അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. ആമീൻ. നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും റഹ്മത്തും വേണ്ടേ? എല്ലാവരും അതിനു വേണ്ടിയല്ലേ പരിശ്രമിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ബർക്കത്തും ഉണ്ടാകുവാൻ ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്താൽ തീർച്ചയായും ആ ഭവനങ്ങളിൽ ബർക്കത്ത് കൊണ്ട് നിറയും. ആ 5 കാര്യങ്ങൾ ഏതെന്ന് നമുക്ക് നോക്കാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ, നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീടുകളിൽ സമാധാനമില്ലേ? വരുമാനം ഉണ്ടെങ്കിലും ചിലപ്പോഴൊന്നും ബർക്കത്ത് തോന്നുന്നില്ല. എത്ര ശ്രമിച്ചാലും നമ്മുടെ വീടുകളിൽ സന്തോഷം നിറയുന്നില്ല. അതിന് കാരണം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങളിതൊന്ന് കേട്ടു നോക്കൂ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതാണോ? ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ വീടുകൾ സമാധാനവും സന്തോഷം നിറഞ്ഞതായി മാറും. ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ടതായ നമസ്കാരമാണ്. നമസ്കാരം ഒരു കടമ മാത്രമല്ല, അത് നമുക്ക് അള്ളാഹുമായുള്ള ഒരു ബന്ധവുമാണ്. വീട്ടിൽ നമസ്കാരം കൃത്യമായി ഉണ്ടെങ്കിൽ അവിടെ ശൈത്താൻ ഇടമില്ല. പ്രത്യേകിച്ച് കുടുംബവുമായി കൂടി നമസ്കരിക്കാൻ ശ്രമിക്കൂ. ആ വീട്ടിൽ സമാധാനവും ബർക്കത്തും കൊണ്ടുവരും. നമ്മുടെ അംഗങ്ങളെ കൂടി നമസ്കരിപ്പിക്കാൻ ശ്രമിക്കൂ. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് നമസ്കാരം. ആരും ഒരു നമസ്കാരം വെറുതെ കളയല്ലേ. രണ്ടാമതായി ഖുർആൻ പാരായണം. നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടാകണം. ദിവസവും കുറച്ചെങ്കിലും ഓതാൻ ശ്രമിക്കണം. ഖുർആൻ ഓതുന്ന വീടുകളിൽ 100 കൊണ്ട് നിറയും. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ ശൈത്താൻ വരില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മുഴുവനായി ഓതാൻ കഴിയില്ലായിരിക്കും, പക്ഷേ കുറേച്ചെങ്കിലും ഓതുന്നത് ഖുർആൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ വീടുകളിൽ ദിക്റും ദുആകളും എപ്പോഴും ഉണ്ടായിരിക്കണം. ദുആകളും ദിക്റുകളും ചെയ്യുന്നത് നമ്മുടെ വീടിന് ബർക്കത്തും അനുഗ്രഹവും ചൊരിയാൻ ഒരുപാട് കാരണമാകുന്നു. ദിക്റുകൾ ചെയ്യുന്ന വീടുകളിൽ പ്രകാശപൂരിതമാകണം എപ്പോഴും. അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും സ്മരിക്കുന്നതും സ്തുതിക്കുന്നതും നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തി എപ്പോഴും ലഭിക്കുന്നതാണ്. ചെറിയ ദിക്റുകൾ ചൊല്ലിയാലും മതി. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതുപോലുള്ള ചെറിയ ദിക്റുകൾ പോലും നമ്മുടെ വലിയ മാറ്റം ഉണ്ടാക്കും. എന്നിട്ട് ദുആ ചെയ്യൂ. നമ്മുടെ വീടിനും കുടുംബത്തിനും റിസ്കിനും ബർക്കത്ത് ചോദിക്കൂ അള്ളാഹുവിനോട്. നാലാമതായി ഹലാലായ ഉപജീവന മാർഗം. നമ്മൾ ഹലാൽ മാർഗത്തിലൂടെ ഉപജീവന മാർഗം സ്വീകരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടിന് ഐശ്വര്യവും ബർക്കത്തും ഒരുപോലെ കൊണ്ടുവരും. ഹലാലായ വരുമാനമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരിക്കലും ബർക്കത്ത് ഉണ്ടാവുകയില്ല. ഹറാം വഴികളിലൂടെ വരുന്ന പണം പുറത്ത് കൂടുതലായിരിക്കും, പക്ഷേ അതിൽ ശാന്തത ഉണ്ടാവുകയില്ല. ഹലാലായി സമ്പാദിച്ച കുറച്ച് പണം പോലും വലിയ ബർക്കത്ത് കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഹലാലായി ഒത്തിരി ചെറിയ വരുമാനമാണെങ്കിലും അത് നമുക്ക് ഹലാലായ മാർഗത്തിലൂടെ തന്നെ സമ്പാദിക്കുവാൻ അള്ളാഹു നമുക്ക് മാർഗം തരട്ടെ. അഞ്ചാമതായി സ്വതക്ക നൽകുന്നത്. ബർക്കത്ത് കൂട്ടാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് സ്വതക്ക. നമ്മൾ കൊടുക്കുമ്പോൾ അള്ളാഹു ഇരട്ടിയായി തിരിച്ചു തരുന്നു. ചെറുതായാലും ചെറിയൊരു വരുമാനമായാലും ചെറുതായാലും കൊടുക്കും. 1 രൂപയായാലും ഒരു ഭക്ഷണമായാലും സ്വതക്ക കൊണ്ട് നമ്മുടെ പല ദുരന്തങ്ങളും മാറിക്കിട്ടും. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പല വലിയ ആപത്തുകളിൽ നിന്നും ഈ സ്വതക്ക മൂലം നമ്മൾ തടഞ്ഞു നിർത്തുന്ന ആ ആപത്തുകളെല്ലാം. അപ്പോൾ സഹോദരങ്ങളെ, ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട് വെറും ഒരു കെട്ടിടം മാത്രമാകില്ല, അത് ഒരു നൂറ് നിറഞ്ഞ സ്ഥലമായി മാറും. അവിടെ പ്രശ്നങ്ങൾ വന്നാലും അള്ളാഹുവിൻ്റെ കരുണ അത് എളുപ്പമാക്കി തരും. കുറച്ച് വരുമാനമായും ആയാലും അത് മതിയാകും. സന്തോഷം തരുന്ന ബർക്കത്ത് നിറഞ്ഞ ജീവിതം കിട്ടിയാൽ നമ്മുടെ മക്കൾ നന്മയിൽ വളരും. നമ്മുടെ ഹൃദയങ്ങളെല്ലാം ശാന്തിയോടെ നിറയും. ഓർക്കുക, ബർക്കത്ത് എന്നത് പണത്തിൻ്റെ അളവല്ല, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതിനാൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. നമസ്കാരം വിട്ടുകൂടാതെ പാലിക്കാൻ, ഖുർആൻ ഓതാനും വായിക്കാനും സമയം കണ്ടെത്താൻ, ദിക്റും ദുആയും നിത്യജീവിതത്തിൽ നമുക്ക് ഭാഗമാക്കാം. ഹലാൽ വഴികളിലൂടെ മാത്രം നമുക്ക് ജീവിക്കാൻ, സ്വതക്ക കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതം തന്നെ മാറും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ എല്ലാവരെയും ബർക്കത്തുള്ള വീടും സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.